Hello students. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. അപ്പോൾ സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പ്ലെയിനിലുള്ള പോയിന്റ്സിനെ റിപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റവും പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പോളാർ സിസ്റ്റവും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ സിസ്റ്റവും അതുപോലെ കാർട്ടീഷ്യൻ സിസ്റ്റവും, ഇവിടെ മൂന്നും നമ്മൾ സ്പേസിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സിസ്റ്റംസും പറയുന്നത്. സ്പേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 ഡയമെൻഷനിലാണ്, അവിടെ 3 ആക്സസുകളുണ്ട് അല്ലേ? അപ്പോൾ സ്പേസിലുള്ള പോയിന്റ്സിനെ റെപ്രസെന്റ് ചെയ്തത് 3 രീതിയിലാണ്: കാർട്ടീഷ്യൻ സിസ്റ്റം, സിലിണ്ടറിക്കൽ സിസ്റ്റം, സ്പെറിക്കൽ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 3 ആക്സസുകളുണ്ട്: എക്സ് ആക്സസ്, വൈ ആക്സസ്, അതുപോലെ ഇസഡ് ആക്സിസ്. ഇസഡ് ആക്സിസിനെയാണ് അതിൻ്റെ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു റൂമിൻ്റെ കോർണറിനെ ആലോചിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ആ കോർണർ ഒറിജിനായിട്ട് എടുക്കുക, ഹൈറ്റ് വരുന്ന ഭാഗം സെഡ് ആക്സിസ് ആയിട്ട് എടുക്കുക, ഒരു സൈഡ് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുക, ഒരു സൈഡ് വൈ ആക്സിസ് ആയിട്ട് എടുക്കുക അല്ലേ? അങ്ങനെ നമുക്ക് സ്പേസിലുള്ള ഏത് ഒബ്ജക്റ്റിനെയും ഈ എക്സ് വൈ കോർഡിനേറ്റ്സ് ആക്സിസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഏത് പോയിന്റിനെയും പറ്റും. അപ്പോൾ ഇവിടെയുള്ളത് ഓരോന്നും ഓരോ പ്ലെയിൻസ് ആയിരിക്കും. ഇതിനെങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഓരോ പ്ലെയിൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ താഴെ കാണുന്നതാണ് എക്സ് വൈ പ്ലെയിൻ, ഇവിടെ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വൈ സെഡ് പ്ലെയിൻ, ദെൻ ഈ കാണുന്ന പ്ലെയിനാണ് എക്സ് സെഡ് പ്ലെയിൻ അല്ലേ? ഇങ്ങനെ കുറേ പ്ലെയിൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്കവിടെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ സ്പേസിലുള്ള 3D ആയിട്ടുള്ള എന്ത് ഒബ്ജക്റ്റിനെയും നമുക്ക് 3 രീതിയിൽ 3 സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാം: കാർട്ടീഷ്യൻ സിസ്റ്റം, സിലിണ്ടറിക്കൽ സിസ്റ്റം, സ്പെറിക്കൽ സിസ്റ്റം. അപ്പോൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു പോയിന്റിനെ എക്സ് വൈ സെഡ് എന്നുള്ള റെപ്രസെൻറ്റേഷനിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ എക്സ് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്, വൈ റെപ്രസെന്റ് ചെയ്യുന്നത് വൈ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്, സെഡ് റെപ്രസെന്റ് ചെയ്യുന്നത് സെഡ് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ എക്സ് വൈ സെഡ്. നമ്മൾ പ്ലെയിനിൽ എക്സ് വൈ പറയുന്ന പോലെ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കൂടി കൂടും, എക്സ് വൈ സെഡ് എന്ന് വരും. അതാണ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അത് എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ആ ഡിസ്റ്റൻസസ് വെച്ചിട്ടാണ് അവരവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഹെഡിങ് ആയിട്ട് ഈ 3 എഴുതിയ ശേഷം ഫസ്റ്റ് ഹെഡിങ് റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് എഴുതി ഈ ഫിഗർ വരയ്ക്കുക. എന്നിട്ട് ഒരു പോയിന്റിന് ഇങ്ങനെ പി എക്സ് വൈ സെഡ് എന്ന് മാർക്ക് ചെയ്യുക. ഇത് കണ്ടോ, ഈ ഡിസ്റ്റൻസ് ഈ എക്സ് ആക്സിസുമ്പോൾ വരുന്ന ഡിസ്റ്റൻസ് ആണ് എക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഒറിജിനിൽ നിന്ന് വൈ ആക്സിസിൽ വരുന്ന ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് കാണിച്ചിരിക്കുന്നത്, അതായത് ഇവിടെയാണ് ഡോട്ടഡായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഹൈറ്റ് ആണ് സെഡ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്, അത് സെഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വരുന്നത്. അത് ഫിഗർ വരച്ചൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത 2 ഫസ്റ്റ് വൺ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മളൊരു പോയിന്റിനെ പി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ആർ തീറ്റ സെഡ് എന്നാണ് റെപ്രസെന്റേഷൻ കൊടുക്കുന്നത്. ആർ തീറ്റ സെഡ് എന്നാണ് റെപ്രസെന്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഈ ഡെഫിനേഷൻ അവിടെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ടു റെപ്രസെന്റ് എ പോയിന്റ് ഇൻ സ്പേസ് ബൈ ദ ഓർഡേർഡ് ട്രിപ്പിൾസ് ആർ തീറ്റ സെഡ് ഇൻ വിച്ച് ആർ ആൻഡ് തീറ്റ ആർ പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിക്കൽ പ്രൊജക്ഷൻ പി ഓൺ ദ എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ അത് ആർ തീറ്റ സെഡ് എന്നാണ് റെപ്രസെന്റേഷൻ കൊടുക്കുന്നത്. ആർ തീറ്റ എന്താണെന്ന് ചോദിച്ചാൽ സ്പേസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, സേ പി, ഈ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിന് എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ വരയ്ക്കുക. അതാ ഇങ്ങോട്ട് പ്രൊജക്ഷൻ വരയ്ക്കുക, കണ്ടോ? ഈ പോയിന്റിന് എക്സ് വൈ പ്ലെയിനിലേക്കുള്ള ഈ പ്രൊജക്ഷൻ വരയ്ക്കുക. ഈ പ്രൊജക്ഷൻ വരുന്ന പോയിന്റാണ് എം എന്ന് വിചാരിക്കുക. ഈ എം ഇപ്പം നമ്മുടെ എക്സ് വൈ പ്ലെയിനിലാണ്. നമ്മുടെ എക്സ് വൈ പ്ലെയിൻ ഓർമ്മയുണ്ടല്ലോ, 2 ഡയമെൻഷനൽ. അപ്പോൾ ഈ എം എന്ന് പറയുന്ന പോയിന്റ് ഇപ്പം നമ്മുടെ പ്ലെയിൻ എക്സ് വൈ പ്ലെയിനിലാണ്, അവിടെ 2 ഡയമെൻഷനിലാണ്. എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനൽ പ്ലെയിൻ ആണ്, നമ്മുടെ ബോർഡ് പോലെയാണ്. അപ്പോൾ ഈ എം എന്ന് പറയുന്ന പോയിന്റ് ഈ എക്സ് വൈ പ്ലെയിനിലുള്ള പോയിന്റിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഡയമെൻഷനുള്ള ഏത് പോയിന്റിന് നമുക്ക് പൊളാർ കോർഡിനേറ്റ്സ് ആറും തീറ്റയും വെച്ച് റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആർ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആറായിട്ട് വരുന്നത്. പോസിറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസും ആ ആറും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റയായിട്ട് വരുന്നത് അല്ലേ? ആ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 6 വരിക. പോസിറ്റീവ് എക്സ് ആക്സിസും ആറും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റയായിട്ട് വരിക. അപ്പോൾ ഈ പ്രൊജക്ഷൻ സ്പേസിലുള്ള ഒരു പോയിന്റിൻ്റെ പ്രൊജക്ഷൻ എക്സ് വൈ പ്ലെയിനിലേക്ക് എടുത്ത് അതിൻ്റെ പൊളാർ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ആറും തീറ്റയാണ് ആദ്യത്തെ 2 ലെറ്റേഴ്സ് ആറും തീറ്റയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സെഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ പറഞ്ഞ പോലെ തന്നെ ആ ഹൈറ്റാണ് സെഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പോയിന്റിനെ ഈ ഡെഫിനേഷൻ എഴുതിയാൽ മതി. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മളൊരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ആറ് തീറ്റ സെഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ആറും തീറ്റയും എന്ന് പറഞ്ഞാൽ ആ വെർട്ടിക്കൽ പ്രൊജക്ഷൻ XY പ്ലെയിനിലേക്ക് എടുത്തിട്ട് അതിൻ്റെ പൊളാർ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതാണ് ആറും തീറ്റയും. സെഡ് അതിൻ്റെ വെർട്ടിക്കൽ കോർഡിനേറ്റ്, അതായത് കാർട്ടീഷ്യനിൽ പറയുന്ന സെയിം സെഡ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ നോക്കാം. ഇൻ ദ സ്പേസ് ദ ഇക്വേഷൻ R equal to A where A greater than 0 is a constant describes an entire cylinder of radius A whose axis is the Z axis. ജസ്റ്റ് R equal to A എന്നുള്ള ഇക്വേഷൻ ആണ് എങ്കിൽ നമുക്കറിയാം R equal to A എന്നുള്ളത് പൊളാർ സിസ്റ്റത്തിൽ ഒരു സർക്കിളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ XY പ്ലെയിനിൽ ഒരു സർക്കിളാണ് കിട്ടുക. പക്ഷേ അതിൻ്റെ സെഡ് കോർഡിനേറ്റിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സെഡ് കോർഡിനേറ്റ് അങ്ങോട്ട് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം, അതുപോലെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരാം. അതായത് സെഡ് കോർഡിനേറ്റ് നമുക്ക് അതിൻ്റെ ഹൈറ്റ് -∞ മുതൽ ഇൻഫിനിറ്റി വരെ വാരി ചെയ്യാം. അപ്പോൾ ഈ സർക്കിൾസ് ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങോട്ട് മുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വെക്കുക, താഴേക്ക് ഇടയ്ക്കിടയ്ക്ക് വെക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു സിലിണ്ടറാണ് കിട്ടുക അല്ലേ. അപ്പോൾ R equal to A എന്നുള്ള ഇക്വേഷൻ സ്പേസിലാണെങ്കിൽ, നമ്മുടെ പൊളാറിലാണ് അല്ലെങ്കിൽ 2 ഡയമെൻഷനിലാണ് എങ്കിൽ ഇത് സർക്കിളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ ഹൈറ്റ് എന്നുള്ളൊരു പ്രോപ്പർട്ടിയും കൂടി വരും. അങ്ങനെ സെഡ് കോർഡിനേറ്റ്സും കൂടി ഇവിടെ വാരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് സർക്കിൾസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച പോലെ നമുക്ക് അവിടെ ഒരു സിലിണ്ടറാണ് കിട്ടുക. അപ്പോൾ സ്പേസിലാണെങ്കിൽ R equal to A റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സിലിണ്ടറിനെ ആയിരിക്കും. ഇനി R equal to 0 is an equation for the Z axis because R equal to 0 implies X equal to 0 and Y equal to 0. R equal to 0 എന്ന് പറഞ്ഞാൽ R നമുക്കറിയാം √(x² + y² ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ R 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്സും 0 ആയിരിക്കും, വൈയും 0 ആയിരിക്കും. എക്സും 0 ആണ്, വൈയും 0 ആണ് എങ്കിൽ അവിടെ സെഡ് ആക്സിസിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെഡ് ആക്സിസിലല്ലേ X equal to 0 ആൻഡ് Y equal to 0 എന്ന് വരിക. അത് സെഡ് ആക്സിസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി the equation theta equal to theta naught where theta naught is a constant, ഒരു particular angle describes a plane R equal to A while theta and Z vary the Z axis making an angle theta naught with the positive X axis. ഇപ്പോൾ ഇവിടെ തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട്, ഈ തീറ്റ സേ ഒരു 45 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. തീറ്റ ഇവിടെ കിട്ടണ ഈ തീറ്റ 45 ഡിഗ്രി ആണ് എങ്കിൽ ഈ 45 ഡിഗ്രിയിൽ വെച്ചിട്ട് ഡിഫറെൻ്റ് ആർ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോസിറ്റീവ് വാല്യൂസും വരാം, ഇതിന് ബാക്കിലേക്ക് നെഗറ്റീവ് വാല്യൂസും വരാം. അതുപോലെ തന്നെ സെഡ് വാല്യൂസും വാരി ചെയ്യും. സെഡ് വാല്യൂസ് ഇങ്ങോട്ട് പോസിറ്റീവ് സെഡ് വാല്യൂസും വരാം, താഴത്തേക്ക് നെഗറ്റീവ് സെഡ് വാല്യൂസും വരാം. ഈ ആംഗിൾ മാത്രം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, ഒരു 45 ഡിഗ്രി ഫിക്സ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്ലെയിൻ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ച പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഫിഗർ അല്ലേ. ഇവിടെ ഇങ്ങനെ സെഡ് വാല്യൂസ് എല്ലാവരും വരും, ആർ വാല്യൂസ് എല്ലാവരും വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിം വെച്ച പോലെ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടാണ് നമുക്കിത് കിട്ടുക. 45 ഡിഗ്രിയിൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലെയിൻ അല്ലേ. അപ്പോൾ തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട് എന്നുള്ള ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ, തീറ്റ നോട്ട് ആംഗിളിൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലെയിനെയാണത് റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെ കണ്ടോ, ഫിഗർ കാണിച്ചിട്ടുണ്ട്. തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ടിൻ്റെ ഫിഗർ ഇതാ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഒരു വലിയ പ്ലെയിൻ, ഇതിങ്ങനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവും, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവും, മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ജസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ ഒരു ബോർഡർ ഇട്ട് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, അടുത്തത് has in rectangular coordinate system the equation z equal to a where a is a constant describes a plane perpendicular to the z axis and passing through z equal to a. അപ്പോൾ z equal to a particular constant എന്ന് വെച്ചാൽ z equal to a, അത് z equal to 5 എന്നെങ്ങാനാണെന്ന് വെച്ചോ. അപ്പോൾ z equal to 5 വരുന്ന എല്ലാ പോയിൻറ്റ്സും എടുക്കുക. എല്ലാ z equal to 5 വരുന്ന പോയിൻറ്റ്സ് എടുക്കുമ്പോൾ x വാല്യൂസ് ഏത് വേണമെങ്കിലും ആവാം, y വാല്യൂസ് ഏത് വേണമെങ്കിലും ആവാം. അങ്ങനെയുള്ള പോയിൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് z equal to 5 എന്നുള്ളതിലൊരു സ്ലൈസിങ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുക അവിടെ ഒരു പ്ലെയിനാണ്. സ്ലൈസിങ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുക z equal to 5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന, ഈ ഹൊറിസോണ്ടലി നിൽക്കുന്ന ഒരു പ്ലെയിനായിട്ടാണ് നമുക്കവിടെ കിട്ടുക. ഇതൊക്കെ ഇമാജിൻ ചെയ്യണം കേട്ടോ. ഇത് നല്ലപോലെ ഇമാജിൻ ചെയ്താലാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അടുത്തതൊരു പ്രോബ്ലമാണ്. What points satisfy the equation r equal to 2 and theta equal to pi/4? That is, describe the set of points p, r, theta, z whose cylindrical
coordinates satisfy the equation r equal to 2 and theta equal to pi by 4. അപ്പോൾ ഇത് നമുക്കൊന്ന് വരച്ച് നോക്കണം. എപ്പോഴും r equal to 2 ആണ് ആൻഡ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 ആണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ തീറ്റ പൈ ബൈ 4 45 ഡിഗ്രിയിൽ ചെരിഞ്ഞ് നിൽക്കുന്നു. ദെൻ r equal to 2 എന്ന് പറഞ്ഞാൽ ആദ്യം വരയ്ക്കുക. r equal to 2 എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറാണ് അല്ലേ, ഈ സിലിണ്ടറാണ്. അപ്പോൾ അത് ആദ്യം വരയ്ക്കാം. എന്നിട്ട് തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 വരയ്ക്കാം. അപ്പോൾ r equal to 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു r equal to a എന്ന് പറഞ്ഞാൽ a റേഡിയസ് ഉള്ള സിലിണ്ടറാണ്. അപ്പോൾ r equal to 2 എന്ന് പറഞ്ഞാൽ 2 റേഡിയസ് ഉള്ള സിലിണ്ടർ വരയ്ക്കാം. ഇനി തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട് എന്ന് പറഞ്ഞാൽ അത് തീറ്റ നോട്ട് ആംഗിളിൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലെയിൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഒരു പേപ്പർ എടുക്കുക. അപ്പോൾ 45 ഡിഗ്രിയിൽ അതിനെ ചെരിച്ച് വെക്കുക. ഈ സിലിണ്ടറിനെ ഉള്ളിലേക്ക് കുറച്ചുണ്ടാവും, ഒറിജിനലിൽ നിന്നാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒറിജിനൽ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ പൈ ബൈ 4 ആംഗിളിൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെ ഇവിടെ നിന്ന് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പൈ ബൈ 4 ആംഗിളിൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലെയിനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഈ മീറ്റിംഗ് പോയിന്റ് ഇത് പൊള്ളയായ ഒരു സിലിണ്ടർ ആയിരിക്കും കേട്ടോ, തിക്കായിരിക്കില്ല, പൊള്ളയായ ഒരു സിലിണ്ടർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ പോയിന്റ്സിൽ കൂടി ആയിരിക്കും ഇത് കട്ട് ചെയ്ത് പോകുന്നുണ്ടാവുക, ടച്ച് ചെയ്യുക. ഇവർ രണ്ടുപേരും കൂടി ടച്ച് ചെയ്യുക. ഇത് ഈ ഒരു പോയിന്റ്സിൽ കൂടി ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ടച്ച് ചെയ്യുന്ന ആ ഒരു ഷേപ്പ് ടച്ച് ചെയ്യുക. ഇത് രണ്ടും കൂടെ അറ്റ് എ ടൈം ഹാപ്പൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക അല്ലേ. അപ്പോൾ ദീസ് പോയിന്റ്സ് മേക്ക് അപ്പ് ദ ലൈൻ ഇൻ വിച്ച് ദ സിലിണ്ടർ ആർ ഈക്വൽ ടു 2 cuts the portion of the plane theta equal to pi by 4. ഇത് ഫിഗർ വരച്ച് നോക്കി തന്നെ ഇമാജിൻ ചെയ്ത് കണ്ടെത്തി തന്നെ വേണം കേട്ടോ. ഈ ഫിഗർ വരയ്ക്കുക, എഴുതി വയ്ക്കുക. അടുത്തത് sketch the surface r equal to 1 plus cos theta. r equal to 1 plus cos theta നമ്മളത് വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോബ്ലം ഞാനിവിടെ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ നോട്ടിക്ക് എഴുതുക വേണ്ട, അതവിടെ ഇരിക്കട്ടെ. ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, റിലേഷൻ ബിറ്റ്വീൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആർ തീറ്റ സെഡ് ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ് വൈ സെഡ്. ഒരു തമ്മിലുള്ള റിലേഷൻ എപ്പോഴും പഠിച്ചു വെക്കണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഇതാണ് റിലേഷൻ. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു സെഡ്. അത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ്. ഇതാണ് ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിത്ത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് 4, 2π/3 ആൻഡ് 5. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സിലിണ്ടറിക്കൽ തന്നിട്ടുണ്ട്, കാർട്ടീഷ്യൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആർ ഈക്വൽ ടു 4 ആണ്, തീറ്റ ഈക്വൽ ടു 2π/3 ആണ്, സെഡ് ഈക്വൽ ടു 5 ആണ്. എക്സ് കിട്ടാൻ ആർ കോസ് തീറ്റ ചെയ്താൽ മതി. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. പോയിൻ്റ് ഉള്ള വാല്യൂ ഒക്കെ കിട്ടും, അത് കുഴപ്പമില്ല, കണ്ടുപിടിച്ചാൽ മതി. -2 എന്ന് കിട്ടും. വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വാല്യൂ കിട്ടും. സെഡ് ഈക്വൽ ടു സെഡ് തന്നെയാണ്, അപ്പോൾ പിന്നെ അതന്നെ കൊടുത്താൽ മതി. ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ.